എന്തായാലും സാർ അജി എത്തിയിട്ടുണ്ട്. സിന്ധുവിന്റെ ഹസ്ബൻഡ് വിളിക്കാമല്ലോ. ആരൊക്കെ ഉണ്ട് ഇപ്പൊ അജിയുടെ വീട്ടിൽ? അജിയുടെ അനിയൻ, അമ്മ, പെങ്ങളെ കല്യാണം കഴിച്ചു മാറിയ താമസം. അനിയന്റെ കല്യാണം കഴിഞ്ഞോ? കഴിഞ്ഞു. അദ്ദേഹം വേറെയാണോ താമസം? അമ്മ അജിയുടെ കൂടെയാണോ ഇപ്പൊ? കുഴപ്പമില്ല. അജിക്ക് താമസിക്കാൻ 2-3 വീടുകളും സ്വന്തമായിട്ട് അജിക്ക് ടിപ്പറും ഒക്കെ ഉണ്ടല്ലേ? ഉണ്ടായിരുന്നു, എല്ലാം നശിച്ച്. ടിപ്പർ ഓടിക്കാൻ പോകുന്നുണ്ടോ ഇപ്പോഴും? ഇല്ല, ഇപ്പം പോകുന്നില്ല. ടിപ്പർ എന്ത് പറ്റി നഷ്ടമായി പോയെ? കേസൊക്കെ ആയപ്പം കൊടുത്ത്. നിലവിൽ എന്ത് കേസൊക്കെ പെൻഡിങ് ഉണ്ട്? അല്ല, കുടുംബ കോടതിയിലെ കേസ് തന്നെ. കുടുംബ കോടതിയിൽ കേസുണ്ട്, അതിപ്പോൾ വിധിയായില്ലേ? കാട്ടാട കോടതിയിലും കൊടുത്തിട്ടുണ്ട്, മജിസ്ട്രേറ്റ് കോടതിയിൽ അല്ലേ? ആ കേസിൽ ജാമ്യം കൊടുത്തു. ജാമ്യം എടുത്തി. അജി ആദ്യം മുതലേ ഇവര് ഇവിടെ പലതവണ വളരെ ക്രൂരമായിട്ട് അജി ഉപദ്രവിക്കുമായിരുന്നു. അങ്ങനെ ഇല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ന് ഇവിടെ ഇരിക്കില്ല, ഇതിന് മുമ്പ് ജയിലിൽ കിടക്കുമായിരുന്നല്ല. എൻ്റെ പേരിൽ കള്ളക്കേസ് കൊടുത്തതാണ്. നമ്മളൊരു കൺട്രാക്റ്റാണ്, അറിയാം. ഇവിടെ സിറ്റിയിലെ കെട്ടിടം വെച്ച് പണി കൊടുക്കുകയാണ്. അപ്പോൾ അവരെ ഓട്ടോ ഞാനാണ് ഓടിക്കൊണ്ടിരുന്നത്. എൻ്റെ കല്യാണത്തിന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് എടുത്തതും അവരൊക്കെയാണ്. ഫസ്റ്റ് അവിടെ നിന്ന് ടൂർ പോയതും ഞാനും ഞങ്ങളെ ഫാമിലി അവരുടെ ഫാമിലിയും കൂടെയാണ് ഒത്ത് ടൂറൊക്കെ പോണത്. പിന്നെ എൻ്റെ എല്ലാം എന്താണ് വിഷയം അറിയില്ല. പിന്നെ നാട്ടുകാരൊക്കെ വിളിച്ചുകൂടി അത് വലിയ പ്രശ്നമായി, അവർ പിണങ്ങി അവരുടെ വീട്ടിൽ പോകും, അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നു. അത് നാട്ടുകാരല്ല, അത് ഇവിടെ വിളിച്ച് അവരുടെ പറഞ്ഞ് ഞാൻ ജോലിയുടെ പൈസ എല്ലാം അവളെ അക്കൗണ്ടിലാണ് ഇടണമെന്ന് പറഞ്ഞ് അങ്ങനെ വിഷയമായതാണ്. അവര് നിങ്ങളുടെ അക്കൗണ്ടിലോട്ട് 50,000 രൂപ അങ്ങനെ ഇങ്ങനെയൊക്കെ ഇട്ട് തരാറുണ്ട്. എൻ്റെ അക്കൗണ്ടിലാ? റെസിപ്റ്റ് ആ കുട്ടിയുടെ കയ്യില് ഉണ്ട്. എന്താ അതറിയില്ല, എൻ്റെ അക്കൗണ്ടിൽ ഇതുവരെ അങ്ങനെ ആരും പൈസ ഇട്ട് തന്നിട്ടില്ല. അല്ല, ആ ഈ ഇഷ്യൂ ഉണ്ടായപ്പോ ഈ നാട്ടുകാരൊക്കെ ചേർന്ന് മധ്യസ്ഥം പറയുകയൊക്കെ ചെയ്തപ്പം വീട്ടിൽ നിങ്ങളെ കൈയോടെ പിടികൂടി. അങ്ങനെ ഒരു സംഭവം ഇതിലും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടുണ്ട് മാഡം. കാരണം ആ അണ്ണനും കൂടെ ആ ചേച്ചിയുടെ ഭർത്താവും കൂടെ വന്നാണ് സംസാരിച്ച് പിന്നെ ഇതൊരു കോംപ്രമൈസ് ആക്കിയത് ഈ പ്രശ്നം. അണ്ണൻ്റെ ഫോൺ നമ്പർ വേണമെങ്കിൽ എൻ്റെ അനിയനെ വിളിച്ചാൽ കിട്ടും, നമ്പർ തരാം, വിളിച്ച് ചോദിക്കാം. ഈ ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന് കാരണം ഇപ്പോഴത്തെ ഒരു പയ്യൻ പറഞ്ഞത് എൻ്റെ കാലും കൈ അടിച്ചോടിക്കുമെന്നാണ് പറഞ്ഞിരുന്നത്. അല്ല, ഇപ്പോഴല്ലേ, മുമ്പ് നിങ്ങൾക്ക് പരാതി ഉണ്ട്. നിങ്ങളുടെ ഈ 2012 കേസ് കൊടുത്തില്ലേ? ആ കേസിൽ തന്നെ നിങ്ങൾ ഇവർക്ക് മറ്റു ആരുമായിട്ട് ബന്ധമുണ്ട് എന്നൊരു ആരോപണം പറഞ്ഞില്ലായിരുന്നു? ഇവർക്ക് മാനസിക അസുഖമുണ്ടെന്ന് പറഞ്ഞിരുന്നു. അല്ല, നിങ്ങൾക്ക് ഇല്ലാന്ന് നിങ്ങൾ പറഞ്ഞത് ഇപ്പോ? ഇല്ല, അതിന് തർക്കം പറഞ്ഞിരുന്നു നിങ്ങൾ? ഇല്ല, തർക്കം പറഞ്ഞിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു പറഞ്ഞ് കോടതിയിൽ നിന്ന്, നെടുമങ്ങാട് കുടുംബ കോടതിയിൽ നിന്ന് കൗൺസിലിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കാണ് മാനസിക അസുഖം, അപ്പം ഞാൻ തന്നെ പോകണമെന്ന് പറഞ്ഞ് അപ്പോൾ ഡോക്ടർ അവിടുന്ന് പറഞ്ഞ് കൗൺസിലിംഗ് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് കൊണ്ടുപോകാൻ വേണ്ടി കൗൺസിലിംഗ് ഒരു ഡോക്ടറെ നമ്പറും തന്നാണ് വിട്ടെ. അതിനെ വലിച്ചെറു കളഞ്ഞ് എനിക്കാണ് അസുഖം എന്ന് പറഞ്ഞ് അന്ന് വീട്ടിലെ പ്രശ്നം ഉണ്ടാക്കി. അന്നും അവളെ വീട്ടിലായിരുന്നു. എൻ്റെ വീട്ടിലൊരു 3 മാസം തികച്ച് താമസിച്ചിട്ടുണ്ടാവില്ല. എല്ലാ പ്രാവശ്യവും ഇത് കൗൺസിലിംഗ് എന്തെങ്കിലും ഒരു ഇതുപോലെ ആരെങ്കിലും ഒക്കെ വിളിച്ചു കൂട്ടിയൊരു വരും, ഒരു 10-15 അല്ലെങ്കിൽ ഏറിയ 1 മാസം 30 ദിവസം ആരാപരമാണ് കഴിയും. പിന്നെ വീണ്ടും ഇതുപോലെ പ്രശ്നം ഉണ്ടാക്കും പോവും. പിന്നെ ഇതുപോലെ സുഖമല്ലെന്ന് പറഞ്ഞാൽ അവളെ പള്ളിയിൽ കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും അവിടെ ന്യൂ ഇന്ത്യ ചർച്ചിൽ ഫസ്റ്റ് 2010 അങ്ങനെ വിളിക്കാൻ പോകും. പിന്നെ അടുത്ത ആളെ ബന്ധുക്കൾ നമ്മളെ ബന്ധുക്കളായിട്ട് നമ്മളെ വീട്ടിലൊരു പള്ളിയിൽ നിന്നൊരു പ്രയർ വയ്ക്കുകയും ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ച് ഒരു 3 മാസം കഴിഞ്ഞ ഉടനെ തന്നെ കുഞ്ഞിനൊരു 3 മാസം പ്രായമായപ്പോൾ ഇവളൊരു കൊച്ചിൻ്റെ വീട്ടിൽ ഏതാണ്ട് ഒരു 3-4 മാസത്തോളം അവിടെ കൊണ്ട് നിർത്തിയിരുന്നു. അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. കല്യാണം കഴിക്കുമ്പോൾ കാറുണ്ടായിരുന്നു. പിന്നെ കാറ് ഒഴിവാക്കിയതാണോ? കല്യാണം കഴിക്കുമ്പോൾ കാറും ഉണ്ടായിരുന്നു, ഒരു കമ്പനി ഉണ്ടായിരുന്നു, ഫോളോബിൾസ് കമ്പനി, കട്ട ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഉണ്ടായിരുന്നു. അതെല്ലാം പോയത് ഈ ഒരു കേസിന്റെ പേരിൽ. ഈ ഒരു കേസിൽ പിന്നെ സമാധാനമില്ല. ഇതൊന്നും ചെയ്യാൻ ജാമ്യം കിട്ടുന്ന വകുപ്പുള്ള കേസായിരുന്നു. ജാമ്യം കിട്ടുന്നു, സമാധാനം വേണമല്ലോ ഇതൊക്കെ ചെയ്യേ. ഇതെല്ലാം ഫൈനാൻസ് ലോണുമാണ്. ഇതെല്ലാം എൻ്റെ അച്ഛൻ ഒന്നും കഷ്ടപ്പെട്ടല്ല. അച്ഛൻ കാളവണ്ടിക്കാരനായിരുന്നു. സൗകര്യ കല്യാണത്തിൽ നിന്ന് അച്ഛൻ മരിച്ച്. ഭാര്യ വീട്ടിൽ നിന്ന് ഏക്കറണക്കിന് വസ്തുവില്ല, എനിക്ക് ഏക്കറണക്കിനില്ല. കാറ് മഹേന്ദ്ര ഫൈനാൻസ് ആയിരുന്നു. ടിപ്പർ സുന്ദരം ഫൈനാൻസിലായിരുന്നു, തിരുവനന്തപുരം പാപ്പനംകോട്. അപ്പൊ ഇതൊക്കെ ഓർമ്മനുസരിച്ച് അടയ്ക്കണം. ഇതെല്ലാം ഒരു 4-5 വർഷത്തെ ലോൺ ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം ലോൺ തീർന്ന് ഇതെല്ലാം സ്വന്തം. ഇതൊന്നും ചെയ്യാൻ പറ്റിയില്ല. നേരത്തെ കൊടുത്ത് കിടന്നിട്ടൊന്നുമില്ല. ഇല്ല, ജാമ്യം കിട്ടുകയാണല്ലോ. പിന്നെ വേറെ വലിയ ചിലവൊന്നും വരുന്നില്ലല്ലോ. ഇല്ല, ക്യാഷിനായിട്ട് എനിക്ക് വലിയ അങ്ങനെ ചിലവൊന്നും ആയില്ല. ഞാൻ പോണത് മെനക്കേടും. അതിപ്പോൾ ഈ ഒരു ഡിസ്പ്യൂട്ട് ഇല്ലെങ്കിലും നിങ്ങൾക്ക് ആ ചിലവൊക്കെ ഉണ്ടാവും. കാരണം മണൽ കടത്തുക എന്നുള്ള ഏറ്റവും തെറ്റായിട്ടുള്ളൊരു പ്രവൃത്തിയാണ്. അപ്പോൾ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പിടിച്ചുകൊണ്ടുവന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ നാച്ചുറലി അത് കോൺഫിസ്കേറ്റ് ചെയ്യും ആ വെഹിക്കിള്. നിങ്ങൾ അനർഹമായിട്ടൊരു കാര്യമല്ലേ ചെയ്യുന്നത്.